അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന തകഴിയുടെ നോവലിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരം. എം.ഒ. ജോസഫ് നിർമ്മിച്ച ഈ ചിത്രം 1971 ആഗസ്റ്റ് 6 പുറത്തിറങ്ങി. തിരക്കഥ സംഭാഷണം തോപ്പിൽ ഭാസി, ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ, ഗായകർ യേശുദാസ്, പി ലീല, പി മാധുരി. കല്യാണി കളവാണി, പ്രവാചകന്മാരെ പറയൂ, സർവ്വരാജ്യത്തൊഴിലാളികളെ സംഘടിക്കുവിൻ, അഗ്നിപർവ്വതം പുകഞ്ഞു എന്നീ ഹിറ്റ് ഗാനങ്ങൾ ഈ സിനിമയിലേതാണ്. ഈ ചിത്രത്തിലാണ് മമ്മൂട്ടി ആദ്യമായി അഭിനയിച്ചത്. ഹംസ എന്ന കഥാപാത്രത്തിൻ്റെ കടയ്ക്ക് തീപിടിച്ചതറിഞ്ഞ് ഓടിവരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായി. സത്യൻ, നസീർ, ഷീല, ടി കെ ബാലചന്ദ്രൻ, അടൂർ ഭാസി, ബഹദൂർ, ശങ്കരാടി, മുതുകുളം, എൻ ഗോവിന്ദൻകുട്ടി, ഫിലോമിന, KPS ലളിത, പാലാത്തങ്കം, പറവൂർ ഭരതൻ, ബേബി സുമതി, ഗോപാലകൃഷ്ണൻ, മാസ്റ്റർ ഷെൽവി തുടങ്ങിയവർ അഭിനയിച്ചു. ഛായാഗ്രഹണം മെല്ലി ഇറാനി. സംവിധാനം KS സേതുമാധവൻ. കഥ 1950കളിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭൂമിക. പുന്നപ്ര, വയലാർ, ഹരിപ്പാട് മേഖലകളാണ് പശ്ചാത്തലം. കമ്മ്യൂണിസ്റ്റായ ചെല്ലപ്പൻ ചാക്കോയുടെ ബിസിനസ്സിലെ ജീവനക്കാരനാണ്. പ്രസ്ഥാനം നെഞ്ചിലേറ്റിയ ചെല്ലപ്പന് കുടുംബം അത്ര പ്രാധാന്യമുള്ള കാര്യമായിരുന്നില്ല. ഭാര്യ ഭവാനിയും 2 കുട്ടികളും കഷ്ടപ്പാടിലാണ്. കുട്ടപ്പൻ എന്ന ആൺകുട്ടി, കുമാരി എന്ന പെൺകുട്ടി. കുമാരിയെയാണ് ചെല്ലപ്പന് ഇഷ്ടം. സ്ത്രീകൾ ചെല്ലപ്പന് ചെറിയൊരു ബലഹീനതയുമാണ്. എന്നാൽ ഭവാനിയെ അയാൾക്ക് സംശയമാണ്. ആ സംശയമാണ് മകനോടുള്ള താല്പര്യമില്ലായ്മയ്ക്ക് കാരണം. ഭാര്യയ്ക്ക് ദിവസക്കൂലിക്കാരനും തൻ്റെ സുഹൃത്തുമായ ഗോപാലനുമായി ബന്ധമുണ്ടോ എന്നാണ് അയാളുടെ സംശയം. ഇതിൻ്റെ പേരിൽ ഭാര്യയെ അയാൾ ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു നാൾ ചെല്ലപ്പനെ ജോലിയിൽ നിന്നും ചാക്കോ പുറത്താക്കി. അതിൻ്റെ ദേഷ്യത്തിൽ അയാളെ കണ്ടുമുട്ടിയപ്പോൾ ചാക്കോയെ ആക്രമിച്ചു ചെല്ലപ്പൻ. ചെല്ലപ്പനിൽ നിന്ന് തൻ്റെ ജീവന് ഭീഷണി ഉണ്ടെന്ന് ചാക്കോ പോലീസിൽ പരാതിപ്പെട്ടു. ചെല്ലപ്പൻ ഒളിവിൽ പോയി. ഭാര്യയെയും മക്കളെയും അയാൾ അവഗണിച്ചു. കുടുംബം പോറ്റാൻ ഭവാനി ദിവസക്കൂലിക്കാരുടെ കൂടെ ചേർന്നു. ഈ സമയം താങ്ങായി മാറുന്നു ഗോപാലൻ. ആ സ്നേഹവും താങ്ങും ഒരു ബന്ധത്തിലേക്ക് ആനയിച്ചു. ഭവാനി വീട് വിറ്റു. മറ്റൊരു സ്ഥലത്ത് വീട് വയ്ക്കാനുള്ള താൽപ്പര്യം. അപ്പോഴും അച്ഛനില്ലെന്നതിൽ കുമാരിക്ക് സങ്കടം ഉണ്ടായിരുന്നു. ചെല്ലപ്പൻ പ്രഭാകരൻ എന്ന വ്യാജേന ഒളിവിൽ താമസിക്കുന്ന വീട്ടിലെ വളർന്നു വരുന്ന പെൺകുട്ടിയാണ് പാർവതി. അയാൾ അവളെ വശീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ വഴങ്ങിയില്ല. സ്വയം ലജ്ജിതനായ അയാൾ അവരറിയാതെ സ്വന്തം ഗ്രാമത്തിലേക്ക് പോയി. പഴയ വീട് വിറ്റ് ഇപ്പോൾ ഭവാനി ഗോപാലനോടൊപ്പം താമസിക്കുന്നത് മനസ്സിലാക്കി എന്നു മാത്രമല്ല, അവൾ ഗർഭിണിയാണെന്നും അറിഞ്ഞു. അയാൾ കുറ്റബോധത്താൽ സ്വയം മാറി എറണാകുളത്തേക്ക് പോയി. ഒറ്റപ്പെട്ടുപോയ ചെല്ലപ്പൻ ഫാക്ടറിക്ക് മുന്നിൽ സമരം നടക്കുന്നത് കണ്ടു. കമ്മ്യൂണിസ്റ്റുകാരാണ് സമരം നടത്തുന്നത്. സമരം തകർക്കാനപ്പോൾ അവിടെ എത്തിയ പൗലോസ് മുതലാളിയുടെ ഗുണ്ടകളെ ചെല്ലപ്പൻ സധൈര്യം നേരിട്ടു. സംഘട്ടനം നടന്നു. ചെല്ലപ്പനെ പോലീസെത്തി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. ഫാക്ടറിക്ക് മുന്നിൽ ചായക്കട നടത്തിയിരുന്ന ഹംസ ഇതോടെ ഗുണ്ടകളെ ഭയക്കാതായി. അയാൾക്ക് ധൈര്യം ചെല്ലപ്പൻ അഥവാ പ്രഭാകരനായിരുന്നു. ഹംസയുടെ കുടിൽ ഗുണ്ടകൾ പൊളിച്ചു, കട കത്തിച്ചു, മില്ലുടമയോട് പ്രതികാരം ചെയ്തു. ചെല്ലപ്പൻ ജയിൽ മോചിതനായി. അവന് ഭാര്യയും 2 കുട്ടികളും ഉണ്ടെന്ന് എല്ലാവരും അറിഞ്ഞു. തന്നെ ഒളിവിൽ താമസിപ്പിച്ച വീട്ടിൽ അവനെത്തി. പാർവതി രാത്രി ഏവരും ഉറങ്ങിയ ശേഷം സ്വന്തം ഇഷ്ടപ്രകാരം ചെല്ലപ്പനു വേണ്ടി എത്തിയെങ്കിലും സ്വയം മാറിയ അവൻ അവളെ ഒഴിവാക്കി. ചെല്ലപ്പൻ സ്ഥലം വിട്ടു ഗ്രാമത്തിലെത്തി. പുതിയ വീട്ടിൽ പോയി ഭാര്യയെ കണ്ടു. കുമാരി മഞ്ഞപ്പിത്തം വന്ന് മരിച്ചത് മകനിൽ നിന്നും അറിഞ്ഞു. ഭവാനി കൈക്കുഞ്ഞുമായി ചെല്ലപ്പനെ കണ്ടു. സ്വന്തം മകനായ കുട്ടപ്പനോട് സ്നേഹം കാണിക്കാൻ ആവശ്യപ്പെട്ടു. മകനെ സ്നേഹത്തോടെ നോക്കി പഠിച്ച് കേമനാകാൻ പറഞ്ഞിട്ട് അയാൾ തിരിച്ചു നടന്നു. ഫാക്ടറി ഉടമ കൊല്ലപ്പെട്ടു. അത് ചെയ്തത് ചെല്ലപ്പനാണ് എന്ന് ആളുകൾ അറിഞ്ഞു. അവൻ കുറ്റസമ്മതം നടത്തിയെന്ന് വാർത്ത വന്നു.
കുറ്റക്കാരനായ അവനെ തൂക്കിക്കൊല്ലാൻ കോടതി വിധിച്ചു. ഈ സീൻ എത്തുമ്പോഴേക്കും നടൻ സത്യൻ അർബുദത്താൽ മരിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് ഡ്യൂപ്പിനെ വച്ചാണ് ചിത്രീകരിച്ചത്. ശിക്ഷ നടപ്പാക്കപ്പെട്ടു. അവൻ്റെ മൃതദേഹം ഗോപാലനും ഭവാനിയും ഏറ്റെടുത്തു. അവരുടെ പുരയിട സ്ഥലത്ത് 2 ശവമടക്കിയ കുന്നുകൾ, ചെല്ലപ്പിനു വേണ്ടി വലിയൊരു കുന്നും കുമാരിക്ക് ഉള്ള ഒരു ചെറിയ കുന്നും. ഇതോടെ ഈ ചിത്രം അവസാനിക്കുന്നു.